ഹലോ ഗായ്സ് ഞങ്ങൾ പെട്ടെന്ന് അർജന്റായിട്ടൊന്ന് കാലിക്കറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അവസാനം ഞാൻ ബാക്കിൽ അവിടെ അങ്ങനെ എൻ്റെ ബാക്കിൽ ലോക്ക് ചെയ്ത് നിർത്തിയതാണ്. അല്ലമോ നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കാലിക്കറ്റ് എത്തി. രാവിലെ ആയതുകൊണ്ട് തീരും തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന പാടെ ഒരു ഹോട്ടലിൽ കയറിയാണ്ട് 2 പൊറാട്ടയും പിന്നെ മത്തി മുളക് ഇട്ടതും ഒരു അയില ഫ്രൈ ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അയില ഫ്രൈൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ആക്രാന്തം കൊണ്ട്. അവിടുന്ന് ഇറങ്ങി നേരെ മിംസിൽ പോയി ഡോക്ടറൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്താട്ടോ ലുലുമാൾ. അപ്പം ഞാൻ മിംസിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞുമോനെ ഇങ്ങനെ മൂച്ചിമ്മ കയറ്റി നമുക്ക് ലുലുമാളിലൊക്കെ ഒന്ന് കേറിയാലോ എന്ന്. പക്ഷെ പിന്നെ കരുതി വേണ്ടാന്ന്. പിന്നെ ലുലുമാൾ കണ്ടപ്പോൾ പിന്നെയും കയറാൻ തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കയറിട്ടാ. എനിക്കുണ്ടല്ലോ ഈ എസ്കലേറ്റർ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വട്ടം ഞാൻ അതിൽ കയറിയിരിക്കണം. പക്ഷെ എന്നാലും എൻ്റെ പേടി മാറില്ല. അങ്ങനെ എന്നിട്ട് കണ്ട് ഒരു വേഗം പോയി. അപ്പോൾ പിന്നെ ഞാൻ കയറില്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ കയറി. പിന്നെ ഞാൻ ഈ സാധാ ലിഫ്റ്റിലായിട്ട് ഞങ്ങൾ കയറിയത്. ഞാൻ കുഞ്ഞുമോനോട് ആദ്യം തന്നെ പറഞ്ഞു ഇനി അതിൽ കയറണ്ട, ഇതിൽ കയറിയാൽ മതിയെന്ന്. അല്ലെങ്കിൽ ഞാൻ പേടിച്ച് മരിച്ചും ചിലപ്പോൾ അറ്റാക്കായിട്ട് വരും എനിക്ക്. അത്രയ്ക്ക് പേടിയാണ് എനിക്ക് ആ സാധനത്തിൽ കയറാൻ. എന്താ അറിയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുഞ്ഞുമ്മ എന്നോട് പറഞ്ഞു ഒന്നും പർച്ചേസ് ചെയ്യൂലെന്ന്. ആദ്യം തന്നെ മൂപ്പര് ഓർഡർ ഇട്ടുകാണ്ട് മൂപ്പര് ഒരു ചെരുപ്പ് അങ്ങോട്ട് എടുത്തുട്ടാ. പിന്നെ കുഴപ്പമില്ല, ബില്ലടിക്കണ മൂപ്പരാണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ട് പോയിക്കാണ്ട് KFC ഓർഡർ ചെയ്യണോ ചിക്കൻ ഓർഡർ ചെയ്യണോ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഞാൻ അങ്ങനെ മന്ദപ്പായി നിന്നു. പിന്നെ ചിക്കൻ മതി എന്ന് വിചാരിച്ച് ചിക്കൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓഫറുള്ളൊരു സംഭവമാണ് എടുത്തത്. അങ്ങനെ ചിക്കിങ് ഞാൻ കഴിച്ചിട്ട് കുറേ ദിവസമായിക്കണ്. അങ്ങനെ ചിക്കിങ്ങൊക്കെ കഴിച്ച് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല, ഓർഡർ ചെയ്ത് കണ്ട് ഇങ്ങനെ ഇരിക്കട്ടോ. കുറച്ച് സമയം എടുത്തത് വരാൻ. അങ്ങനെ ഇവർക്ക് അവിടുന്ന് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഹാപ്പിന്ന്. ഞാനാണെങ്കിൽ ഒരു കണ്ണ് പോലും എഴുതാതെ ഇട്ട പോയിക്കണത്. അതുകൊണ്ട് എന്നെ കാണാൻ ഉജ്ജായി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. മാളിലൊന്നും കയറുന്നത് ഇപ്പം ഞങ്ങൾ അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അവസാനം ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. ഈ ഫുഡും നല്ലോണം കഴിക്കണുണ്ടായിരുന്നു. പക്ഷെ അല്ലുമോ കഴിച്ചിട്ടില്ല കേട്ടോ. അവനക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം പറ്റുള്ളൂ. അത് മാത്രം പൊറുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ചാലിയം പോയി. ചാലിയത്തേക്ക് കുഞ്ഞുമോൻ എന്നോട് പറഞ്ഞു അവിടെ കാണാൻ നല്ല രസമുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോകാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര വെയിലാണെന്ന് അറിയാതെ കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണത്. അസാന് നല്ല ഉറക്കമാണ്. ഞാൻ നല്ല സന്തോഷത്തിൽ പോവാണ്. അവിടെ കണ്ടേക്ക് എൻ്റെ സകല മൂടും പോയി. എന്തൊരു വെയിലാണോ. പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്ത് മണ്ടന്മാരാണ് ഇത്ര വെയിലത്ത് എന്തെങ്ങണ്ട് വന്നിക്കണെന്ന്. പിന്നെ ആലോചിച്ച് ഞങ്ങളും ഓരെപ്പോലെ ഒരു മണ്ടന്മാരല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങളും ആ നേരത്തെ ചെന്നത്. പക്ഷെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തോന്നി എനിക്ക് വന്നത് വെറുതെ ആയില്ലാന്ന്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. ഓവർ ടൈമൊന്നും നിൽക്കാൻ തോന്നിയില്ല. കാരണം കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെയിലുകൊണ്ട്. അത്രയ്ക്ക് വെയിലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കടപ്പുറത്ത് നോക്കിയിരുന്നു. തിരമാലൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇതിൻ്റെ ഇടയിൽ അല്ലുമോൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കുന്മ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സൗണ്ട് കൊടുക്കുമ്പോൾ അസാനുവിൻ്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കും. നിങ്ങൾ മെയിൻ ചെയ്യേണ്ട, വെറുതെ നൊളിച്ചാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു കണ്ണൂർ കോക്ടെയിലും വാങ്ങി കുടിച്ച് നേരെ പൊരീക്കും പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന്